ഇന്ന് നമുക്ക് വ്യത്യസ്ത മാഗസിൻ റൈറ്റിംഗ് സ്റ്റൈൽസിനെ കുറിച്ച് നോക്കാം. അതായത് വ്യത്യസ്ത മാഗസിൻ എഴുത്ത് ശൈലികൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. നറേറ്റീവ് റൈറ്റിംഗ്, സീരിയലൈസ്ഡ് നറേറ്റീവ് റൈറ്റിംഗ്, ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗ്, persuasive writing, imaginative writing, visual writing and multiple inverted pyramid style. ഇത്രയും സ്റ്റൈൽസാണ് നമുക്ക് മാഗസിൻ റൈറ്റിംഗ് സ്റ്റൈൽസിനകത്ത് പഠിക്കാനായിട്ട് വരുന്നത്. നറേറ്റീവ് റൈറ്റിംഗ്, സീരിയലൈസ്ഡ് നറേറ്റീവ് റൈറ്റിംഗ്, ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗ്, പെർസ്വേസീവ് റൈറ്റിംഗ്, ഇമാജിനേറ്റീവ് റൈറ്റിംഗ്, വിഷ്വൽ റൈറ്റിംഗ് ആൻഡ് മൾട്ടിപ്പിൾ ഇൻവേർട്ടഡ് പിരമിഡ്. ഇത് നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. ഓരോന്നും പഠിക്കാനുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ നമുക്ക് നറേറ്റീവ് റൈറ്റിംഗ് എന്താണെന്ന് ആദ്യം നോക്കാം. വാട്ട് ആർ ദി വേരിയസ് ഫീച്ചേഴ്സ് ഓഫ് നറേറ്റീവ് റൈറ്റിംഗ് സ്റ്റൈൽ? The writer tries to narrate a story. Here, the writer is trying to narrate or tell a story to the readers. അതായത് വായനക്കാരോടൊരു കഥ പറയാൻ അഥവാ വായനക്കാരുമായിട്ടൊരു കഥ പങ്കുവെക്കാനാണ് ഇവിടെ എഴുത്തുകാരൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഒരു കഥ ആഖ്യാന ശൈലിയാണ് ഇവിടെ എഴുത്തുകാരൻ കൈക്കൊള്ളുന്നത്. നെക്സ്റ്റ്, the writer places himself or herself as the character and leads the readers to the story. Here, what the writer is trying to do is that he or she is delivering a first-person narrative. That means the writer is sharing his or her experience with the readers. The writer becomes one of the characters of the story and leads us forward, leads the readers through the entire story. എന്ന് വെച്ചാൽ ഇവിടെ എഴുത്തുകാരൻ ഒരു കഥ സ്വന്തം അനുഭവത്തിൽ നിന്ന് പങ്കുവയ്ക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ സ്വന്തം അനുഭവങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അത് കൂടുതൽ ആസ്വാദ്യകരമാവും വായനക്കാരെ സംബന്ധിച്ച്. അപ്പോൾ എഴുത്തുകാരൻ സ്വന്തം അനുഭവങ്ങൾ വായനക്കാരുമായിട്ട് പങ്കുവയ്ക്കാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താവും, എഴുത്തുകാരൻ ഇതിലെ ഒരു പ്രധാന കഥാപാത്രമായി മാറിക്കൊണ്ട് വായനക്കാരെ എഴുത്തിലേക്ക് അഥവാ സ്റ്റോറിയിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എഴുത്തുകാരൻ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമായി മാറി എഴുത്തിലേക്ക് വായനക്കാരെ നയിക്കാനായിട്ട് ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ദെൻ the story is told through characters and their dialogues. നമ്മൾ പറഞ്ഞു, the writer becomes one of the central characters of the story എന്ന് പറഞ്ഞു. റൈറ്ററെ കൂടാതെ he can make use of other characters and the story is unfold through the dialogues of the characters. അതായത് ഇവിടെ മറ്റ് കഥാപാത്രങ്ങൾ, എഴുത്തുകാരൻ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമായി മാറുമെന്ന് പറഞ്ഞതുപോലെ മറ്റ് കഥാപാത്രങ്ങളെയും ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കും. അപ്പം മറ്റ് കഥാപാത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും അവരുടെ സംഭാഷണങ്ങളുടെയുമാണ് ഈ കഥയുടെ ചുരുളഴിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അടുത്തത്, the writer can make use of all kinds of literary techniques like flashback, flash forward, etc. അതായത് it is closely related to literature, so the writer has full freedom to use all the literary techniques. അതായത് വായനക്കാരന് ഒരു സാഹിത്യകാരൻ ഉപയോഗിക്കുന്ന എല്ലാ ടെക്നിക്സും ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. അതായത് കഥാപാത്രങ്ങൾ എന്തൊക്കെ, കുറേ അധികം കഥാപാത്രങ്ങളെയും അവരുടെ സംഭാഷണങ്ങളിലൂടെയുമാണ് കഥയുടെ ചുരുളഴിക്കുന്നത് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഇത്തരം കഥാപാത്രങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഫ്ലാഷ് ബാക്കും ഫ്ലാഷ് ഫോർവേഡും പോലെയുള്ള ലിറ്റററി ടെക്നിക്സ് എല്ലാം, ഒരു സാഹിത്യകാരൻ ഉപയോഗിക്കുന്ന എല്ലാ ടെക്നിക്സും ഇവിടെ റൈറ്റർക്കും അല്ലെങ്കിൽ എഴുത്തുകാരനും ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കും. The readers should be able to visualize situations. എന്ന് വെച്ചാൽ കഥാ സന്ദർഭങ്ങളെല്ലാം തന്നെ മനസ്സിൽ കാണാൻ വായനക്കാർക്ക് സാധിക്കണം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Then figurative language can also be used. That means the writer can make use of adjectives, adverbs and flowery language. അതായത്
ഒരു വർണ്ണനകളും എന്താ പറയുക വിശേഷണങ്ങളും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇവിടെ അത് വളരെ ഭംഗിയായിട്ട് അല്ലെങ്കിൽ ഫ്ലവറി ലാംഗ്വേജ് തന്നെ ഉപയോഗിക്കാനായിട്ട് നറേറ്റീവ് റൈറ്റിങ്ങിൽ സാധിക്കുമെന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ആലങ്കാരിക ഭാഷ ഉപയോഗിക്കാനായിട്ട് എഴുത്തുകാരന് സാധിക്കും. അടുത്തത് സീരിയലൈസ്ഡ് നറേറ്റീവ് റൈറ്റിംഗ് സ്റ്റൈലാണ്. എന്താണ് സീരിയലൈസ്ഡ് നറേറ്റീവ് റൈറ്റിംഗ് സ്റ്റൈലിൻ്റെ പ്രത്യേകതകൾ അഥവാ ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. Here, the writer should be able to generate curiosity in the mind of the readers. If the curiosity of the readers are tickled in the beginning itself, it will create an intense desire to read the entire article in the readers. അതായത് വായനക്കാരുടെ ജിജ്ഞാസ അഥവാ ആകാംക്ഷ തുടക്കത്തിൽ തന്നെ അവരിൽ ഒരു ആകാംക്ഷ ജനിപ്പിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും ആ ആർട്ടിക്കിൾ വായിക്കാനുള്ള ഒരു ആഗ്രഹം അവരിലുണ്ടാവും. അപ്പോൾ ഈ സീരിയലൈസ്ഡ് നറേറ്റീവ് സ്റ്റൈലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ തന്നെ വായനക്കാരിൽ ഒരു ആകാംക്ഷ ജനിപ്പിക്കാനായിട്ട് സാധിക്കണം. വായനക്കാരിൽ ആകാംക്ഷ ജനിപ്പിക്കാൻ എഴുത്തുകാരന് സാധിക്കണം. The writer creates suspense in the lead and it is revealed only towards the end. എന്ന് വെച്ചാൽ എന്താ, തുടക്കത്തിൽ തന്നെ ഒരു സസ്പെൻസ് ജനിപ്പിക്കാനും അവസാനത്തിൽ മാത്രം അത് വെളിപ്പെടുത്താനും ശ്രമിക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഒരു സസ്പെൻസ് ക്രിയേറ്റ് ചെയ്യണം. In the lead itself, a suspense have to be created in the lead itself and it is revealed only at the end or only towards the end of the story. സ്റ്റോറിയുടെ തുടക്കത്തിൽ തന്നെ the writer has to create a suspense. ഒരു സസ്പെൻസ് ആ സ്റ്റോറിയുടെ തുടക്കത്തിൽ തന്നെ ജനിപ്പിക്കുകയും അത് അവസാനത്തിൽ മാത്രം വെളിപ്പെടുത്തുകയും ചെയ്യുക. Then, the writer should be able to hold the interest of the readers till the end. അവസാനം വരെയും വായനക്കാരുടെ താല്പര്യത്തെ പിടിച്ചു നിർത്താൻ എഴുത്തുകാരന് സാധിക്കണം. റൈറ്റർ നല്ല പോലെ ആ എഴുത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റൈൽ ഉപയോഗിച്ചുകൊണ്ട് അവസാനം വരെ വായനക്കാരുടെ താല്പര്യത്തെ പിടിച്ചു നിർത്താൻ പറ്റുന്ന ഒരു സ്റ്റൈൽ ആണ് സീരിയലൈസ്ഡ് നറേറ്റീവ് റൈറ്റിങ്ങിൻ്റേത്. This style can be used only if the story has a pull on the readers. That means this style needs to be made use of only if the story can create immense impact on the readers. വായനക്കാരെ അത്രയേറെ സ്വാധീനിക്കാൻ കഴിയുന്ന വിഷയമാണെങ്കിൽ മാത്രമേ ഈ ഒരു ശൈലി ഉപയോഗിക്കാവൂ. The writer can make use of dialogues to unfold the story. ഈ സീരിയലൈസ്ഡ് നറേറ്റീവ് സ്റ്റൈലിനകത്തും ഈ സീരിയലൈസ്ഡ് നറേറ്റീവ് റൈറ്റിംഗ് ശൈലി അല്ലെങ്കിൽ റൈറ്റിംഗ് സ്റ്റൈലിനകത്തും നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റും? ക്യാരക്ടേഴ്സും അതിൻ്റെ ഡയലോഗ്സും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ സംഭാഷണങ്ങൾ ഉപയോഗിച്ചു കൊണ്ടാണ് ഇവിടെയും സ്റ്റോറിയുടെ ചുരുളഴിക്കുന്നത്. ഇത്രയുമാണ് ഇതിൻ്റെ പ്രത്യേകതകൾ.